friends, welcome to Roshni's Vlogs. ഇന്ന് നമ്മൾ നല്ല നാടൻ വെള്ളയപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/2 ഗ്ലാസോളം ചോറ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇനി നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നികയ്ക്ക വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തലേദിവസം അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുളിച്ച് അങ്ങ് പൊങ്ങിപ്പോവും. അത് കാരണം ഞാൻ ഇതുപോലെ തലേദിവസം എല്ലാം കൂടെ കുതിർത്ത് വെച്ചിട്ട് രാവിലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ ആയപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാനിവിടെ 3 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുന്നത്. മിക്സിയുടെ ജാറിലോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം. ഞാനിവിടെ 5-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ഒരു 2 എണ്ണം ചേർക്കാം. ഇവിടെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ചിലരൊക്കെ വെളുത്തുള്ളിയും കൂടെ ചേർക്കാറുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളയപ്പത്തിന് നമുക്ക് പാലപ്പത്തിൻ്റെ അത്രയും നീട്ടി അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുതിർത്ത് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, അത് മാത്രം ചേർത്ത് അരച്ചെടുത്താൽ മതിയാവും. ഇത് ഞാൻ നന്നായിട്ട് 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മുടെ കറിയൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കിന് നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. വെള്ളയപ്പത്തിന് ഇതുപോലെ ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വരും. അപ്പോൾ നമ്മുടെ നാടൻ വെള്ളയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.